ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് ഷാർജയിൽ എക്സ്പോ സെന്ററിൽ വന്നിരിക്കാം. കാരണം ഇന്നൊരു ഭയങ്കര ഒരു പ്രത്യേകത ഉള്ള ദിവസമാണ്. ഇന്നിവിടെ മോഹൻലാൽ വരുന്നുണ്ട്. അപ്പൊ മോഹൻലാലിനെ കമോൺ കേരള നടത്തുന്ന പരിപാടിയാണ്. അപ്പൊ മോഹൻലാൽ വരുന്നുണ്ട്. 3 ദിവസം നീണ്ടുന്ന പരിപാടിയാണ് ഇത് കേട്ടോ. 9, 10, 11 ലാസ്റ്റ് ഡേ കലാശക്കൊട്ട് ഇന്ന്. പിന്നെ മോഹൻലാൽ മാത്രമല്ല, കുറച്ച് പേരൊക്കെ വന്നു. ഇന്ന് ആരൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ അറിയില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് മോഹൻലാലിനെയാണല്ലോ. പിന്നെ ആങ്കർ മിഥുനാണ്. ഞാൻ ടിക്കറ്റ് കാണിച്ചു. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 20 ദിർഹംസാണ്. അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് സെറ്റ് ആയിട്ട് പുറത്ത് നിൽക്കുന്നു. കാരണം 6:30 ശേഷമായിരിക്കും മോഹൻലാലിന്റെ ഷോസ് വരുന്നത്. അപ്പൊ നമ്മൾ 6:30 വരെ ഇവിടെ എന്തായാലും ഉണ്ടാവും അല്ലേ? മോഹൻലാൽ വരെ ഒരു 6-7 മണിയൊക്കെ ആവും എന്തായാലും. അപ്പൊ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഒരു പരിപാടിയെ കണ്ടുപിടിക്കും. ഇതാണ് ഗൈസ് ഷാർജ എക്സ്പോ സെന്റർ. ഇതാട്ടോ നമ്മുടെ ലാലേട്ടന് വരാനുള്ള സ്റ്റേജൊക്കെ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെയറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ള കുറച്ച് കഴിയണം നമുക്ക് കയറാൻ. അപ്പോൾ നമ്മൾ കയറി അവിടെ ഇരിക്കും. അതിന് മുന്നേ ഫ്രണ്ടിലൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അറിയാലോ ലാലേട്ടൻ വരുമ്പോഴത്തെ കാര്യം. ഈ കാണുന്നതാണ് എക്സ്പോ സെൻറ്ററിൻ്റെ ഫ്രണ്ട് വശം. നമ്മൾ ബാക്ക് വശത്ത് കൂടിയാണ് വന്നത് കേട്ടോ. മിക്കവരും ബാക്ക് വശത്ത് കൂടി തന്നെ. ഫ്രണ്ട് വശത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഒരുപാട് എക്സിബിഷനും പിന്നെ ഫുഡ് സ്റ്റാളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും കൂടി പോകാമെന്ന് വെച്ചു. അതും കൂടി നമുക്കൊന്ന് പോയി കാണാം. പിന്നെ കുറച്ച് കുഞ്ഞു ഗെയിംസൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടിൻ്റെ പ്രതീകമായിട്ട് ആന നെറ്റിപ്പട്ടിട്ട് നിൽക്കുന്നത്. ഇത് ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. കാരണം എക്സിബിഷൻ എന്ന് വെച്ചാൽ അറിയാലോ, എല്ലാവരും കുറേ ഇങ്ങനെ കമ്പനിയുടെ ഇതൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ. പിന്നെ നമ്മുടെ സെലിബ്രിറ്റീസ് കുറച്ച് പേരിങ്ങനെ ഇതിൻ്റെ പ്രൊമോഷൻ ഇങ്ങനെ ജസ്റ്റ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പോയി. അപ്പം ഞങ്ങൾ അവരെ കണ്ടു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ മെയിൻ സ്ഥലമായ ഫുഡ് സ്റ്റാളിലേക്ക് പോട്ടെ. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ നമ്മളിതേ മേടിച്ചു. അപ്പം എനിക്ക് പുട്ടും ബീഫായിട്ട് മേടിച്ചത്. ആ പുട്ടും ബീഫും വേണ്ടെന്ന് പറഞ്ഞു. അവിടെ കാടമുട്ട നല്ല മസാല ഇട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുണ്ണി അതും മേടിച്ചു. പിന്നെ ഒരു 2 പഴംപൊരിയും മേടിച്ചു. ഞങ്ങൾക്ക് 2 പേരും കഴിക്കാൻ. പിന്നെ ഞങ്ങൾ 2 ചായ മേടിച്ചിരുന്നു, അതും കുടിച്ചു. ഫുഡ് അടി പിന്നെ ഞങ്ങൾ നിർത്തില്ല, അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എല്ലാം പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം അത്രയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ അവിടെ നിന്ന്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങളിത് അവിടെ പരിപാടിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയി കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണ്. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാ അല്ല പുണ്യ, വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചില്ലേ? കുറച്ച് ഫോട്ടോ സ്റ്റിൽസ് എടുത്തിട്ട് വരാം. ഈ ബീച്ചിലാട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാൻ ജസ്റ്റ് ഒന്ന് വന്നത്. ഇവിടെ നല്ല നല്ല സ്റ്റിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. സാധനം ഈ സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റുന്നതാണ്. ഈ ബീച്ചിൻ്റെ തൊട്ട് മുൻപിലായിട്ടാണ് ഈ എക്സ്പോ സെൻറ്റർ വരുന്നത്. അതാണ് ഈ ബീച്ച് കാണാനൊരു പ്രത്യേക ഹൈലൈറ്റും കൂടി ആട്ടാ. നല്ല ഭംഗിയുള്ളൊരു ബീച്ച് ആണ് ഗൈസ്. എക്സ്പോ സെൻറ്ററിൻ്റെ ബാക്ക് വശാട്ടത്. നമസ്കാരം എല്ലാവർക്കും. അങ്ങനെ കമോൺ കേരളയുടെ 7ാമത്തെ എഡിഷന്റെ അവസാന ദിവസത്തിൽ നമ്മൾ ക്ലൈമാക്സിനോട് അടുത്തെത്തുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഒന്ന്, ഈ സമയം മാറ്റിവെച്ച് നിങ്ങൾ വീണ്ടും ഈ വർഷവും നമുക്ക് വേണ്ടിയുള്ള വന്നതിൽ വളരെയധികം നന്ദി. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം വിധുപ്രതാപും മിഥുല വാര്യർ അവരുടെയൊക്കെ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു.
കൺമണി പോലെ കണ്ണാടി പോലെ കഴിപ്പൂ ശരി, ലാലേട്ടന്റെ പുരുഷ ഫാൻസ് മാത്രം ഇച്ചിരി വെള്ളം തന്നെ കേൾക്കണേ. ഇനി ലാലേട്ടന്റെ സ്ത്രീകളായിട്ടുള്ള ഫാൻസ് മാത്രം വന്നേ. ഇനി ഒരുമിച്ച്. നമസ്കാരം. വേദിയിൽ നിൽക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം കോമളത്തിനത് അവിടെ വീട്ടിൽ കാണിക്കുന്നതൊക്കെ തന്നെ കാണിച്ചു കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ അതിനങ്ങനെ ആവശ്യമില്ല ചില മാതിരി കളി ഡാൻസും പാട്ടുമൊക്കെ കാണിക്കും ഒരാളെ കണ്ടാലും ഇമിറ്റേറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ പറയാം ഇങ്ങനെ സിനിമയിൽ വിട്ടാലേ കൊള്ളൂ ഇതിനായിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഡിഗ്രിയൊക്കെ കിട്ടിയിട്ട് മതി എന്ന് മാത്രം പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞത് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നു. പരിപാടി കഴിഞ്ഞു, ക്ലോസായി. എല്ലാവരുടെയും ഗാനമേള എല്ലാവരും കഴിഞ്ഞ് ഇനി നാളെ തൊട്ട് അതന്നെ വർക്കിനെ നിൽക്കും. ഓക്കെ, അപ്പോൾ ലാലേട്ടനെ കണ്ടു, സന്തോഷമായി. ഫോട്ടോ എടുക്കാനൊന്നും വലിയ എന്തായാലും പറ്റില്ലല്ലോ. അപ്പം ഇനി അടുത്ത എക്സ്പോ സെന്ററിലെ പരിപാടിക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അടുത്ത ഇനി ആരും അറിയില്ല. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.